ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൽരാജു എന്ന തെലുങ്ക് മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അയാൾ അവിടെ എന്തോ കണ്ടു പേടിച്ച് നേരെ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടുന്നു. ഗ്രാമത്തിലെത്തിയ ഉടൻ തന്നെ അയാൾ അവിടെ കണ്ട കാര്യമെല്ലാം അവിടുത്തെ വ്യക്തികളോട് പറയുന്നു. എന്നാൽ എന്താണ് പറയുന്നത് എന്ന കാര്യമൊന്നും നമുക്കിപ്പോൾ വ്യക്തമാക്കുന്നില്ല. അവിടെ കട്ട് ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. രാവിലെ ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമകനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അവനാണ് നമ്മുടെ കഥയിലെ നായകൻ. നമ്മുടെ നായകൻ്റെ പേരാണ് ബൽരാജു. നമ്മുടെ നായകന് ബുദ്ധിക്കെല്ലാം അല്പം പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പോലെ ആര് എന്ത് ജോലി ഏൽപ്പിച്ചാലും അവൻ അതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ താമസിക്കുന്ന കുടിലിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വ്യക്തി നായകനോട് കുറച്ച് വിറകെല്ലാം ചീന്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായകൻ ഈ ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് അയാൾ നായകനോട് നിന്റെ കല്യാണം ഉറപ്പിച്ച കാര്യമെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണം എന്ന കാര്യമെല്ലാം പറയുന്നു. അയാൾ നായകനോട് കല്യാണമെല്ലാം കഴിഞ്ഞതിനു ശേഷം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതിനെ പറ്റിയെല്ലാം അറിയുമോ എന്നെല്ലാം ചോദിച്ച് അവനെ കളിയാക്കുന്നു. എന്നാൽ നായകൻ ഒന്നും തന്നെ അയാളോട് പറയാതെ നേരെ തൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയുന്നു. എന്നാൽ മുത്തശ്ശി നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അവന് ഫുഡെല്ലാം എടുത്തു കൊടുക്കുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചതിനു ശേഷം അവൻ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും നേരെ തൻ്റെ ജോലിക്കായി പോകുന്നു. നമ്മുടെ നായകൻ താമസിക്കുന്നത് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് പശുവിനെ മേച്ചിട്ടൊക്കെയാണ് നായകൻ ജീവിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് ആ ഗ്രാമത്തിലെ ഗൗഡ എന്ന വ്യക്തിയെയാണ് കാണിക്കുന്നത്. അയാളിപ്പോൾ അയാളുടെ സുഹൃത്തിനോടൊപ്പം ഫോണിൽ ഒരു ബ്ലൂ ഫിലിം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സമയം അതിലൂടെ ബൽരാജു പോകുന്നത് കണ്ട് അവർ അവനെ അവിടേക്ക് വിളിക്കുന്നു. അവർ അവന് ആ വീഡിയോ എല്ലാം മൊബൈലിൽ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ അവൻ ഈ വീഡിയോയ്ക്ക് അഡിക്റ്റായി പോകുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഒരു ഉറക്കത്തിന് ശേഷം നായകന് രാവിലെ കേട്ട വീഡിയോയിലെ സൗണ്ട് വീണ്ടും വീണ്ടും അവൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അവൻ ആ രാത്രി തന്നെ ഗൗഡയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ ഗൗഡയോട് ആ രാത്രി തന്നെ ആ വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ രാത്രിയിലെ തൻ്റെ ഉറക്കം നശിപ്പിച്ച ബൽരാജുവിനെ അവൻ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. അവിടെ കട്ട് ചെയ്ത് ടൗണിൽ തൻ്റെ കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ് കാണിക്കുന്നത്. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവൾക്ക് ഒരു കസ്റ്റമറിനെ ലഭിക്കുന്നു. അയാൾ അവളെയും കൂട്ടിക്കൊണ്ട് കാടിന് നടുക്കുള്ള ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് വരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇവർ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നതെല്ലാം തൊട്ടപ്പുറത്തിരുന്ന് ബൽരാജു കാണുന്നുണ്ടായിരുന്നു. ബൽരാജു തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ബൽരാജു ആവട്ടെ താൻ വീഡിയോയിൽ കണ്ട കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് അവൻ അവിടെ വെച്ച് ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ തൻ്റെ പശുക്കളെല്ലാം വയ്ക്കുന്ന ബൽരാജുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവന് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകാൻ വേണ്ടി തോന്നിയത് കൊണ്ട് അവൻ ഇന്നലെ പോയ ആ സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലുന്നു. എന്നാൽ അവിടെ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാത്തത് കൊണ്ട് അവൻ നിരാശയോടെ തിരിച്ചു നടക്കുന്നു. എന്നാൽ തിരിച്ചു പോകുന്നതിനിടയിൽ അവൻ അവൻ്റെ സുഹൃത്തായ ഗൗഡയെ കാണുന്നു. അവൻ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ വീഡിയോ എല്ലാം വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കുന്നു. അവിടെ കട്ട് ചെയ്ത് നമ്മുടെ നായകൻ്റെ കല്യാണമാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരാണ് അഞ്ചമ്മ. നായകന് ഇത്രയും നല്ല പെൺകുട്ടിയെ കിട്ടിയത് അവൻ്റെ അയൽക്കാർക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആ പെൺകുട്ടിയുടെ കഷ്ടകാലമാണ് എന്നെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കുന്നു. നായകൻ ഫസ്റ്റ് നൈറ്റിനിടയിൽ അവളോട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് കാണിക്കാത്തതിൽ അവൾക്ക് വളരെയധികം വിഷമമാകുന്നു. അവിടെ കട്ട് ചെയ്ത് നായികയ്ക്ക് കുളിക്കാൻ വേണ്ടി ഒരു ഷർട്ട് എല്ലാം കിട്ടുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ മുത്തശ്ശിയോട് അവന് ഒട്ടും തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ മുത്തശ്ശി അതെല്ലാം താനേ ശരിയായിക്കോളും എന്നുമെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് വൈകുന്നേരം തൻ്റെ പശുക്കളെല്ലാം തൊഴുത്തിൽ കയറ്റിയതിനു ശേഷം വീട്ടിലേക്ക് വരുന്ന ബൽരാജുവിനെയാണ് കാണിക്കുന്നത്. അവൻ വന്ന ഉടൻ തന്നെ വീടിന് പുറത്തെ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് കണ്ട് മുത്തശ്ശി അവനെ എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് അവളോടൊപ്പം പറഞ്ഞയക്കുന്നു. എന്നാൽ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അവളോട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. എന്നാൽ അന്ന് രാത്രി ഒരു ഉറക്കത്തിനു ശേഷം നായകന് വീണ്ടും ആ വീഡിയോയിലെ ശബ്ദമെല്ലാം കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇത്തവണ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നായികയെ കണ്ട് അവൻ അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം തൻ്റെ പശുവിനെ എല്ലാം മേയിച്ചുകൊണ്ടിരിക്കുന്ന ബൽരാജുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവന് വീണ്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകാനെല്ലാം തോന്നിയത് കൊണ്ട് അവൻ നേരെ തൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അവിടെ തൻ്റെ ഭാര്യയെ കാണാത്തത് കൊണ്ട് അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അവൻ അന്വേഷിച്ചു ചെല്ലുന്നു. എന്നാൽ കുറെ ദൂരം പോയതിനു ശേഷം അവൻ അവളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവൻ അതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ അവിടെ വെച്ച് അവളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. എന്നാൽ ഇതൊന്നും അവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ബൽരാജു അവളുടെ സമ്മതമില്ലാതെ വീണ്ടും വീണ്ടും അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബൽരാജുവിൻ്റെ ഈ പെരുമാറ്റം സഹിക്കാൻ
സഹിക്കാനാവാതെ വന്നപ്പോൾ അവൾ ഈ കാര്യമെല്ലാം മുത്തശ്ശിയോട് തുറന്നു പറയുന്നു. എന്നാൽ മുത്തശ്ശി ബൽരാജുവിനെ വഴക്കെല്ലാം പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അവളുടെ അടുത്ത് നിന്നും മാറ്റിയെല്ലാം നിർത്തുന്നു. കാച്ചിയത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ മുത്തശ്ശിയോട് ഇന്ന് ജോലിക്ക് പോവാതെ തനിക്ക് കൂട്ടിരിക്കാമോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഫിസിക്കൽ ജിമ്മിൽ പോകാൻ വേണ്ടി ബൽരാജു വീട്ടിലേക്ക് വരുന്നു. എന്നാൽ മുത്തശ്ശി ബൽരാജുവിനെ അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. അവിടെ കട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. ബൽരാജു പഴയ പോലെ നോർമലായി എന്ന പ്രതീക്ഷയിൽ അവന്റെ ഭാര്യ അവന് ഫുഡെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ഫുഡെല്ലാം കഴിച്ചതിനു ശേഷം മുത്തശ്ശി അവനോട് അവളോടൊപ്പം അകത്ത് ചെന്ന് കിടന്നോളാൻ സമ്മതിക്കുന്നു. എന്നാൽ വീണ്ടും ഒരു ഉറക്കത്തിന് ശേഷം അവന് ചെവിയിൽ ആ വീഡിയോന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവൻ അവളെ ഉറക്കത്തിൽ നിന്നെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് അവളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവൾ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും അവൻ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവൻ അവളോടൊപ്പം നേരം വെളുക്കുന്നവരെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടേയിരുന്നു. നേരം വെളുത്ത ഉടൻ തന്നെ അവൾ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന നായകനോട് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അവൻ ഇതൊന്നും ഒട്ടും തന്നെ കാര്യമാക്കി എടുക്കുന്നില്ല. അവിടെ കട്ട് ചെയ്ത് ആ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന 2 കപ്പിൾസിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവർ ബൈക്കെല്ലാം സൈഡാക്കി അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇത് കണ്ട ബൽരാജു അവളുടെ കാമുനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അവളെ അവൻ അബ്യൂസ് ചെയ്തതിനു ശേഷം 2 പേരുടെയും ബോഡി അവൻ ഒരു കുഴിയിൽ കുഴിച്ചു മൂടുന്നു. അതിനുശേഷം അവൻ ആ ഗ്രാമത്തിലുള്ള ഓരോ സ്ത്രീകളെയും ഇതുപോലെ കൊല്ലാൻ വേണ്ടി തുടങ്ങുന്നു. ആൾക്കാരെ എല്ലാം കൊന്നുകൊന്ന് അവന് ഇതൊരു ഹരമായി മാറുന്നു. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കൂടി അവരുടെ നാട്ടിലെ സ്ത്രീകളെയെല്ലാം കാണാതാവുന്നത് കൊണ്ട് ആ സ്ത്രീകളെയെല്ലാം തട്ടിക്കൊണ്ടു പോകുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഓപ്പണിങ്ങിൽ കാട്ടിലൂടെ ഒരു വ്യക്തി നടന്നു വരുന്ന സീനാണ് കാണിക്കുന്നത്. എന്നാൽ ആ വ്യക്തി നടന്നു വരുന്ന സമയത്ത് അവൻ ബൽരാജു ഒരു സ്ത്രീയുടെ ശരീരം കുഴിച്ചിടാൻ വേണ്ടി ഒരു കുഴിയെടുക്കുന്നത് അവൻ കാണുന്നു. ഇത് കണ്ട ഉടൻ തന്നെ അവൻ ഈ കാര്യമെല്ലാം അവന്റെ ഗ്രാമത്തിൽ ചെന്നറിയിക്കുന്നു. ഗ്രാമത്തിലെ എല്ലാ വ്യക്തികളും ചേർന്ന് ബൽരാജുവിനെ അടിച്ച് ഒരു മരത്തിൽ കെട്ടിത്തൂക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.